ആത്മഹത്യ ചെയ്ത കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നേരിയ തോതിൽ ഹൃദയമിടിപ്പുണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നട്ടെല്ലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം നിതിൻ രാജിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടിയിൽ മാറ്റി കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത്. അജീഷ് ജയകുമാർ ആ വാർത്തയോട് വിവരങ്ങൾ ചേരുന്നു. അജീഷ്, ലോണാപ്പുകാരെ പിടിക്കാൻ വലിയ ഔത്സുക്യം പോലീസ് കാണിക്കുന്നുണ്ട്, പിടികൂടുകയും ചെയ്തു, നല്ല കാര്യം. അതിനപ്പുറം ദീർഘനാളായി ജാതി അധിക്ഷേപമൊക്കെ നടത്തുന്നുവെന്ന് കുടുംബവും കുട്ടികളും ഒക്കെ ആരോപിക്കുന്ന ഈ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. അതിനോടൊപ്പം ഈ എന്താ കിട്ടുന്ന നല്ല ചികിത്സ കൊടുത്തില്ല എന്ന് കുടുംബം ഇതിനോടകം തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആശുപത്രിയിലെ വിവരം എന്താണ്? എന്തുകൊണ്ടാണ് ഈ റാമിനെയൊക്കെ പിടികൂടാതിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്? അജീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. എന്തായാലും ഈ നിർണായകമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു. ഈ കുടുംബം ആരോപിച്ചത് ഇതിന്റെ മരണം അത് ആത്മഹത്യയല്ല, ആരോ തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നുള്ളൊരു ആരോപണമായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല മതിയായ ചികിത്സ ആശുപത്രിയിൽ നൽകിയില്ല എന്നും കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ പുറത്തു വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഈ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിക്കുമ്പോൾ ചാടുമ്പോൾ നേരിയ തോതിൽ ഹൃദയമിടിപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഈ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ തന്നെ കാഷ്വാലിറ്റിയിലാണ് ഇതിനെ പ്രവേശിപ്പിച്ചത്. അവിടുന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. നട്ടെല്ലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതമാണ് ഈ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. കല്ലുപാകിയ സ്ഥലത്താണ് നിതിൻ രാജിനെ വീണ നിലയിൽ കണ്ടത്. ഇത് കാരണം ദേഹമാസകലം പരിക്കേറ്റിരുന്നു. ജീവനക്കാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. നട്ടെല്ലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതം കാരണം രക്തം കട്ട പിടിച്ചു. ഈ ഒരു ഇരു വശത്തും ദൂരമുണ്ടാക്കി കട്ട പിടിച്ച രക്തം പുറത്തു കളയാൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല എന്നും പറയുന്നുണ്ട്. എക്സ്റേ എടുക്കാൻ പോലും പറ്റിയില്ല എന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടയിലും പൊട്ടിയിരുന്നതായിട്ടും ഡോക്ടർമാർ ഈ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ രണ്ട് അധ്യാപകരും ഒളിവിലാണ്. പോലീസിനെ സംബന്ധിച്ച് കുഴപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഈ അധ്യാപകൻ ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീതയും നേരിട്ട് ഈ ആത്മഹത്യയിലേക്ക് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഇതുവരേക്കും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ പുറത്ത് വന്ന CCTV ദൃശ്യങ്ങളിലൊന്നും ഈ ക്യാബിനകത്ത് ഈ ഡോക്ടർ റാം ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ചില വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ ഡോക്ടർ റാം ഈ പ്രിൻസിപ്പലിന്റെ ക്യാബിനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് മാത്രം പോരാ, പോലീസിന് ഡയറക്റ്റ് ഈ ഡോക്ടർ റാം ഹരാസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ എന്നതിന് നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ആവശ്യമാണ്. ഈ ചില വിദ്യാർത്ഥികൾ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടർ റാം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലും പറയുന്നത് അവസാനമായി നിതിനുമായി നേരിട്ടൊരു കോൺവെർസേഷൻ നടത്തിയത് തന്നെ ഈ മാർച്ച് മാസം അവസാനമാണ്. ഏതാണ്ട് മാർച്ച് 26-നാണ് അവസാനം ഒരു കോൺവെർസേഷൻ നടത്തിയത്. ഈ ഡോക്ടർ റാമിന്റെ HOD ആയിട്ടുള്ള ഡോക്ടർ റാമിന്റെ ചേംബറിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം നിതിനുമായി അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടില്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മാത്രമല്ല താൻ ഇവിടെ 17 വർഷമായി പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അത്തരത്തിൽ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന ആളല്ല എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡോക്ടർ റാം വാദിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് പക്ഷേ ഈ മറ്റ് വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഡോക്ടർ റാം ഈ നിതിനോടക്കം മറ്റു വിദ്യാർത്ഥികളുടെ അടക്കം പെരുമാറുന്ന പോലെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. പക്ഷേ അത് മാത്രം പോരാ, ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ ഡയറക്റ്റ് ഒരു എവിഡൻസ് വേണം. അതിനുവേണ്ടിയിട്ടാണ് പോലീസ് ഈ ലോൺ ആപ്പുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ അവർ റിമാൻഡിലാണ്. അവരെയും ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരും നിരന്തരം ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപിക പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിതിനെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതിന് ഈ മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ഈ പ്രിൻസിപ്പൽ ശകാരിക്കുന്നതടക്കമുള്ള ഭാഗങ്ങൾ ആ CCTV ദൃശ്യങ്ങളിലുണ്ട്. പക്ഷേ സ്വാഭാവികമാണ്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഓഫീസിൽ അത് കലാലയത്തിലായിരുന്നാലും അങ്ങനെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള അധ്യാപകരുടെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അത് ചോദിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ഡയറക്റ്റ് ഈ ഡോക്ടർ റാമിനെതിരെയും ഡോക്ടർ സംഗീതക്കെതിരെയും കണക്ട് ചെയ്യുന്ന എവിഡൻസ് കിട്ടാത്തതാണ് പോലീസ് ഇവരുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് വൈകാതെ തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഈ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതിയും അവിടെ എത്തി ഈ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അധ്യാപകരോടും വിദ്യാർത്ഥികളോടും മറ്റും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അജീഷ് ശിവകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നിതിൻ മാത്രമല്ല, അതിനുശേഷം ഒന്ന് പറഞ്ഞു തുടങ്ങിയ കുട്ടികളൊക്കെ, ശാലോം മറിയ ജേക്കബ് എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞു തുടങ്ങിയതാണ്. അതിന് പിന്നാലെ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ റാം മാനസികമായി പീഡിപ്പിച്ചതിൻ്റെയും അധിക്ഷേപിച്ചതിൻ്റെയും ഒന്നല്ല, ഒരുപാട് അയാൾ ഒരു മനുഷ്യനല്ല, മൃഗമാണ് എന്നൊരു വിദ്യാർത്ഥി പറയുന്ന ആർച്ച പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗതികെട്ടിട്ടാകും ഒരു കുട്ടി അങ്ങനെയൊക്കെ പറയേണ്ടി വരിക. അപ്പോൾ അത് അത്രയും
തെളിവുകൾ മുന്നിൽ നിൽക്കുമ്പോഴും കൂടുതൽ തെളിവുകൾ പോലീസ് ആരായുകയാണ്. അതേസമയം ഈ ലോൺ ആപ്പിലേക്ക് ഒതുക്കാനാണ് പോലീസിന്റെ നീക്കം എന്ന് കുടുംബം നേരത്തെ ആരോപിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ആരോപണം ശരിയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് ആ നിയമ നടപടികൾ മുന്നോട്ടേക്ക് പോവുകയാണ്. നീതിന് നീതി കിട്ടുമോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.